അത്ഭുതകരമായ ലോകം കൺമുന്നിൽ നമ്മൾ കാണുന്ന ലോകത്തെ അതിനേക്കാൾ വിസ്മയകരവും മനോഹരവുമായി അവതരിപ്പിക്കുകയാണ് ദുബായ്. ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് എഡിഷനാണ് ഇത്തവണ തുടക്കമായത്. ഒരിക്കലും മറക്കാത്ത കാഴ്ചകൾ, ഷോപ്പിംഗ് അനുഭവം, അതാണ് ഗ്ലോബൽ വില്ലേജ് ഇത്തവണ സന്ദർശകർക്ക് സമ്മാനം. Inshallah, this year is going to be one of the biggest seasons that we have at Global Village. Many activities, many activations. There's so much going on for this season. We have 30 country pavilions with us at Global Village, which are celebrating over 90 cultures altogether. We have over 200 F&B outlets. We have over 250 rides and attractions at our carnival area. Many things happening this year. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമൊപ്പം ഒരു ദിവസം ചെലവിടാൻ ഗ്ലോബൽ വില്ലേജിൽ വരണം. ഇതുപോലുള്ള കാഴ്ചകളുണ്ട്. കിഡ്സ് തിയേറ്റർ ആണ് ഇത്. വൈകുന്നേരം 6 മണിക്ക് ഇവിടുത്തെ പ്രദർശനങ്ങൾ തുടങ്ങും. കുട്ടികളോടൊപ്പം ഇരുന്ന് പല വിധത്തിലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ അടക്കം രംഗത്തെത്തുന്ന കാഴ്ചകൾ നമുക്കൊക്കെ ആസ്വദിക്കാം. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളിൽ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത 2 കാഴ്ചകളുണ്ട് ഇത്തവണ. ഒന്ന്, ഡ്രോൺ ഷോ. ഏതാണ്ട് 600ഓളം ഡ്രോണുകളാണ് ആകാശത്ത് അണിനിരക്കുക. 2 ഷോകളുണ്ട്, വൈകുന്നേരവും രാത്രി 9 മണിക്കും. ഇത് ഗ്ലോബൽ വില്ലേജിന്റെ മൊത്തം ചരിത്രം നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതാണ്, നമ്മളെ അങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നതാണ്. ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത മറ്റൊരു കാഴ്ചയാണ് ഇത്. വെളിച്ചത്തിന്റെയും ശബ്ദത്തിന്റെയും ഒരു മഹാ ആഘോഷം. ഡ്രാഗൺ ലേക്കിലാണ് ഇത് നടക്കുക. ശബ്ദവും വെളിച്ചവും ചേർന്നിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ച. പ്രത്യേകിച്ച് കുട്ടികൾക്കും അതോടൊപ്പം കുടുംബത്തോടൊപ്പം എത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കുമൊക്കെ ഈ കാഴ്ച അവരൊരിക്കലും മറക്കില്ല. അത്രത്തോളം മനോഹരമാണ്. Residing here for 5 years. I come here every year. It's my favorite place in Dubai. അടിപൊളിയാണ്. എല്ലാ രാജ്യങ്ങളിലെയും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. I love Global Village because there's a lot of states to see and a lot of things to see. So I'm very happy. ഗ്ലോബൽ വില്ലേജിലെ മെയിൻ സ്റ്റേജ് ആണ് ഇത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ അവരുടെ മാസ്മരിക പ്രകടനം സന്ദർശകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന വേദി. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കലാപരിപാടികൾ ആരംഭിക്കും. ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നതുവരെ പല വിധത്തിലുള്ള ഷോകൾ ഇവിടെ അരങ്ങേറും. അത് ബോളിവുഡിൽ നിന്നുണ്ട്, അതോടൊപ്പം തന്നെ ഹോളിവുഡിൽ നിന്നുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയും. ഗ്ലോബൽ വില്ലേജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്ട് 90 രാജ്യങ്ങളിൽ നിന്നുമുള്ള സാംസ്കാരിക പരിപാടികൾ ഈ മെയിൻ സ്റ്റേജിലും മറ്റ് വേദികളിലുമായിട്ട് നമുക്ക് മുന്നിൽ എത്തുന്നു എന്നുള്ളതാണ്. മെയ് 10 വരെ നീണ്ടു നിൽക്കുന്ന ഈ സീസണിൽ ഏതാണ്ട് 40,500 ഷോകൾ ഇവിടെ ഉണ്ടാകും. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പല തവണയായി ഇവിടെ വേദിയിലെത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൽ നിന്നുമുള്ള കുട്ടികൾ, അത് ഇവിടെ പഠിക്കുന്ന സ്കൂളിൽ നിന്നുമുള്ള കുട്ടികളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ ഗ്ലോബൽ വില്ലേജിലെ വേദികളിൽ. I like this so much. You came on the first day itself. Because we are so excited. So excited. I just come with my family and enjoying the Dubai. Amazing. Good. I came from Canada and they told me that something is going on here. So I'm just a tourist. I came to take a look and it's beautiful. I have never seen anything like this in my life. ഗ്ലോബൽ വില്ലേജിലെ കാഴ്ചകളിൽ മറ്റൊരു അത്ഭുതമാണ് ഇത്. എക്സോ പ്ലാനറ്റ് സിറ്റി. ഏറ്റവും പ്രധാനം ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമ്മേളിക്കുന്ന സ്ഥലം എന്ന് ഈ മേഖലയെ നമുക്ക് വിശേഷിപ്പിക്കാം. ഗ്രാവിറ്റി, അതോടൊപ്പം തന്നെ 5Dയെ കുറിച്ച് നമുക്ക് കാണാം. അവിടെ നമുക്ക് നിയോ ലൈറ്റ്, ഇങ്ങനെ പല മേഖലകളിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും സമ്മേളിച്ചു കൊണ്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ടിക്കറ്റ് എടുത്താണ് ഇവിടെ കയറേണ്ടത്. മാത്രമല്ല ഇവിടേക്കുള്ള പ്രവേശനത്തിനും പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. ചില സ്ഥലത്ത് നമുക്ക് 12 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. ചില സ്ഥലത്ത് ചെറിയ കുട്ടികളെ പ്രവേശനം അനുവദിക്കില്ല. കാരണം അതിഭീകരമായിട്ടുള്ള ശബ്ദവും അതോടൊപ്പം തന്നെ ലേസർ ലൈറ്റുകളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള വാണിംഗ് ഒക്കെ പല സ്ഥലത്തും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും കുട്ടികളുമായിട്ട് വരുന്ന ആളുകൾ ഈ ഒരു ശാസ്ത്ര കൗതുകം കൂടി ആസ്വദിക്കുന്നു. ഗ്ലോബൽ വില്ലേജിലെ ഏറ്റവും വലിയ പവലിയനുകളിൽ ഒന്നാണ് ഇന്ത്യൻ പവലിയൻ. ഏതാണ്ട് 1000-ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. കേരളത്തിൽ നിന്ന് അടക്കം
അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള വിഭവങ്ങൾ, എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും നമുക്കിവിടെ ലഭിക്കും. അത് സുഗന്ധദ്രവ്യങ്ങളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ആഭരണങ്ങളുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്കാരങ്ങളും സമന്വയിപ്പിക്കുന്ന ഒരിടമാണ് ഇന്ത്യൻ പവലിയൻ. ഇത് ഇന്ത്യയുടെ ഏറ്റവും പഴക്കമുള്ള ഊതാണിത്. ഇത് ഏകദേശം 40-45 കിലോൻ്റെ ഏകദേശം ഉണ്ടാവും കിലോ. ഇതിന് വരുന്നത് $2 million ഇതിൻ്റെ പ്രൈസ് ടോട്ടല്. ആഗോള ഗ്രാമത്തിൽ കുട്ടികൾ വന്നാൽ തിരിച്ചു പോകാൻ മടിക്കുന്ന ഒരിടമാണ് ഇത്. 200ഓളം റൈഡുകളാണ് ഇവിടെ ഉള്ളത്. അത് ജൈന്റ് വീല് മുതൽ കാർണിവൽ എന്ന് എഴുതി വെച്ചിട്ടുള്ള പല വിധത്തിലുള്ള കാഴ്ചകളുണ്ട്. കുട്ടികൾക്ക് എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കാം, പക്ഷേ ടിക്കറ്റ് എടുക്കണം ഓരോന്നിനും. അതോടൊപ്പം തന്നെ പല പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന വിധത്തിലാണ് എല്ലാം ഒരുക്കിയിട്ടുള്ളത്. 250 ഭക്ഷണശാലകളാണ് ഇത്തവണ ഗ്ലോബൽ വില്ലേജിൽ ഉള്ളത്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. ഇത് തന്നെയാണ് ഭക്ഷണങ്ങളുടെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. അത് പല വിധത്തിലുള്ള, അപ്പോൾ സീ ഫുഡ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ ചിക്കൻ, മറ്റു വിഭവങ്ങൾ എല്ലാം തന്നെ ചേർന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ എത്തിയാൽ നമുക്ക് രുചിച്ചറിയാം. ഗ്ലോബൽ വില്ലേജിന്റെ 30ാമത് എഡിഷൻ ഇവിടെ എത്തുന്ന വിനോദത്തിനും അതോടൊപ്പം തന്നെ ഷോപ്പിങ്ങിനും ഒക്കെ എത്തുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തും. അത്രത്തോളം കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 30 പവലിയനുകളാണുള്ളത്. ആ 30 പവലിയനുകളിലായി ഏതാണ്ട് 3500 ഔട്ട്ലെറ്റുകളുണ്ട്. അത് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ കാണാം. ഏറ്റവും ചെറിയ കരിവളയും കൺമഷിയും മുതൽ വലിയ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ വരെ നമുക്കിവിടെ ലഭിക്കും. കേരളത്തിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഇന്ത്യൻ പവലിയനുകളിലും മറ്റു സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങില്ല ഈ ആഗോള ഗ്രാമത്തിലെ നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ. നമ്മൾ കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരാന്നുള്ളത്. വന്നപ്പോൾ ഭയങ്കര ഹാപ്പി. ഇതിന്റെ ഓപ്പണിംഗ് ടൈമിൽ തന്നെ വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. I am first time in Dubai, so we get to know about the global village, and we were very excited and everything, like in family tour that we want to see and we really enjoy it. 10 ദിവസത്തെ പരിപാടിക്ക് ഇവിടെ വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് വരികയാണ്. അല്ല, നമ്മൾ പ്രതീക്ഷേനേക്കാൾ കൂടുതൽ ഐറ്റംസുകളൊക്കെ കാണാനുണ്ട്. ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരാൻ പറ്റി. അമേരിക്ക, ജപ്പാൻ, ഏഷ്യ, അതോടൊപ്പം തന്നെ ഈ കാണുന്നത് പോലുള്ള സിറിയ, തായ്ലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, എല്ലാ രാജ്യങ്ങളിലെയും കാഴ്ചകളും വിഭവങ്ങളും ഇവിടെയുണ്ട്. ഇവിടേക്കുള്ള പ്രവേശനം എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്കാണ് ആരംഭിക്കുക. രാത്രി 12 മണി വരെ, അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പുലർച്ചെ 1 മണി വരെയും ഒക്കെ നീണ്ടു നിൽക്കും ഈ കാഴ്ചകൾ. പ്രവേശന ടിക്കറ്റിന്റെ നിരക്ക് ഇത്തവണ ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ 25 ദിർഹമാണ് പ്രവേശന ടിക്കറ്റിന്റെ നിരക്ക്. വെള്ളി, ശനി ദിവസങ്ങളിൽ അല്പം കൂടുതലുണ്ട്, 30 ദിർഹം നൽകണം. അവധി ദിവസങ്ങളിലും 30 ദിർഹമാണ് നമ്മൾ നൽകേണ്ടത്. ഓരോ ദിവസവും എത്തുമ്പോൾ അതിനനുസരിച്ച് ടിക്കറ്റ് എടുക്കണം. മാത്രമല്ല, ഓരോ റൈഡറുകളിലും കയറണമെങ്കിൽ അതിനും ടിക്കറ്റ് എടുക്കണം. മറ്റൊന്ന്, കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. അതോടൊപ്പം തന്നെ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും പ്രവേശനം സൗജന്യമാണ്. മറ്റൊന്ന്, നിശ്ചയദാർഢ്യക്കാരായിട്ടുള്ള ആളുകൾക്ക്, അവർക്കും ഇവിടേക്കുള്ള പ്രവേശനം സൗജന്യമാണ്.